വിവാദമായ മുട്ടിൽ മരം മുറിക്കൽ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ ദുർബലമാക്കി കേസന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് വെളിപ്പെടുത്തുകയാണ്. ഐസൺ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നു. ഐസൺ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അന്നത്തെ വയനാട് കളക്ടർ എടുത്ത ഒരു നിലപാടാണ്. അതായത് ഈ റവന്യൂ സെക്രട്ടറി ആ ഘട്ടത്തിൽ ഇറക്കിയ ഉത്തരവ് പിഴവുകളുള്ളതാണെന്ന്, അതായത് അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രാജകീയ വൃക്ഷങ്ങൾ വെട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയതെന്ന് മനസ്സിലാക്കിയിട്ടും അന്നത്തെ ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള തെറ്റായ ഉത്തരവാണെന്ന് മനസ്സിലാക്കിയിട്ടും അക്കാര്യം മറച്ചു പിടിച്ചുകൊണ്ട് മരം മുറിക്കലിന് കൂട്ടുനിന്നു എന്നതാണല്ലോ ഇപ്പോൾ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. എത്രത്തോളം ഗുരുതരമായ ഒരു നീക്കമാണ് ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഐസൺ? ഈ ഉത്തരവിൽ വ്യക്തതക്കുറവുണ്ട് എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് എന്നത് അവർ തന്നെ നൽകിയ, അതായത് അവർ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വി ബെന്നി ഡെപ്യൂട്ടി സൂപ്രണ്ടിന് മുമ്പാകെ നൽകിയ ആ മൊഴിയിൽ തന്നെ കൃത്യമായി പറയുന്നു. അതിനുശേഷമാണ് അവർ 24/10/2020 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയതിലകൻ സാർ ഒപ്പിട്ട ഉത്തരവ് കാണിച്ച് ഇതുപ്രകാരം വീട്ടിമരങ്ങൾ മുറിക്കുവാൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞു. ആ ഉത്തരവ് ഞാൻ വായിച്ചു നോക്കിയതിൽ ഉത്തരവിൽ വ്യക്തതക്കുറവ് തോന്നിയിരുന്നു എന്ന് കൃത്യമായി അവർ തന്നെ പറയുന്നു. ഇപ്പോൾ വ്യക്തമല്ലാത്തൊരു ഉത്തരവ് റവന്യൂ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിൽ വ്യക്തത വരുത്തുന്നതിന് പകരം മറ്റൊരു ഉദ്യോഗസ്ഥന്, അതായത് സബോർഡിനേറ്റായ അവരുടെ തന്നെ സബോർഡിനേറ്റായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതൊരു നമുക്ക് രേഖകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമപരമായ നടപടികളിലും നേരിട്ടൊരു കുറ്റകൃത്യം നടന്നു എന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നേരത്തെ ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ഒരു മൗനാനുവാദം ഈ വിഷയത്തിൽ നൽകുകയായിരുന്നു അവർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലൂടെ സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് മരം മുറിക്കാൻ അനുമതി നൽകാൻ സാധ്യമല്ല എന്ന കൃത്യമായൊരു നിർദ്ദേശം താഴെത്തട്ടിലേക്ക് തഹസിൽദാരിലേക്കും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറിലേക്കും പോവുകയാണെങ്കിൽ കൃത്യമായി ഈ റവന്യൂ ഭൂമിയിലെ മരം മുറിക്കുന്നതെല്ലാം തന്നെ തടയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഫോറസ്റ്റിന് നിർദ്ദേശം നൽകാൻ സാധിക്കുമായിരുന്നു. സ്വാഭാവികമായും ഈ ക്രിമിനൽ കേസ് തന്നെ പുറപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു സാഹചര്യം പോലും അത് തന്നെ ഇല്ലാതാകുമായിരുന്നു. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ നടപടികൾ പാലിച്ചാൽ ഈ മരം മുറിക്കൽ തടയാൻ സാധിക്കുമായിരുന്നു. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നേരത്തെ ജയതിലക ഇറക്കിയ ഉത്തരവിൽ ഇത്തരത്തിൽ തടയുന്നത് തെറ്റാണ്, അത്തരത്തിൽ തടയാൻ ശ്രമിക്കരുത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ എന്നുകൂടി ഒരു ഉത്തരവിൽ എഴുതി ചേർത്തു എന്ന് നേരത്തെ തന്നെ ജോസഫ് മാത്യു നമ്മളോട് പറഞ്ഞ വെളിപ്പെടുത്തലിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഒരു മൗനാനുവാദത്തിൻ്റെയും ഒരു നിസ്സംഗതയുടെയും അല്ലെങ്കിൽ ഒരു നിരുത്തരവാദപരമായ നിലപാടിൻ്റെയും വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ഇത്തരത്തിലുള്ള വീഴ്ച വരുത്തുകയുമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഗൗതം. പി കെ മുരളി. ജോസഫ് സാർ, ഞാനിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു മൗനാനുവാദം ഉണ്ടായിരിക്കുന്നുവെന്ന്. അത് മൗനാനുവാദം ഉണ്ടായെന്ന് താങ്കൾ തന്നെ കളക്ടറുടെ ശ്രദ്ധയിൽ നേരിട്ട് അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ എന്നോട് പറയുകയുണ്ടായി. നേരത്തെ ഈ പ്രോസിക്യൂഷനായി നിയോഗിക്കുന്നതിൻ്റെ ആ വേളയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ താങ്കൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് പദവികളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് അവരോട് സൂചന നൽകിയെന്ന് താങ്കൾ എന്നോട് പറഞ്ഞതായി ഓർക്കുന്നു. അത് വസ്തുതയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ 2020 ഡിസംബർ മാസം 30 ഞാനും സൗത്ത് വയനാട് DFO രഞ്ജിത്തും ഒരുമിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചെന്ന് ഈ ഉത്തരവ് പ്രകാരമുള്ള മരം മുറിക്കുകയാണെങ്കിൽ വയനാട്ടിൽ വൻതോതിൽ മരങ്ങൾ മുറിച്ചു വീഴ്ത്തപ്പെടും, സർക്കാർ മുതലാണ്, ഈ ഉത്തരവ് വെച്ച് ഈ റിസർവ് മരങ്ങൾ മുറിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ കളക്ടറോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു, DFOയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുറിച്ച മരത്തെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ DFO സൈറ്റിൽ പോയി ആ മരം കണ്ടു, ഞാനും പോയി കണ്ടിരുന്നു. അതൊരു 500 വർഷത്തിലധികം പഴക്കമുള്ള വീട്ടിമരമായിരുന്നു. അത് തൃക്കൈപ്പറ്റ വില്ലേജിലായിരുന്നു. ആ മരം 500 വർഷത്തിലധികം പഴക്കമുള്ള വീട്ടിമരം മുറിക്കുന്നത് ആരംഭം കണ്ടപ്പോൾ തന്നെ അറിയിച്ചതാണ്. അത് DFOയ്ക്ക് രേഖാപരമായിട്ട് അറിയിച്ചിരുന്നു, തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറെയും രേഖാപരമായിട്ട് അറിയിച്ചു. വില്ലേജ് ഓഫീസർ പോയിട്ട് അത് മുറിക്കുന്നത് തടയാൻ നടപടിക്ക് പോയി. പക്ഷേ ഡിസംബർ 31 എഴുതി കൊടുത്തിട്ട് പരാതി ചെന്നിട്ടും ഡിസംബർ 31 വില്ലേജ് ഓഫീസർ അവിടെ ചെന്നെങ്കിലും അത് മുറിക്കരുന്ന സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് 12-ാം ദിവസം ആണ്. പിന്നീട് 17 ദിവസങ്ങൾക്ക് ശേഷമാണ് KLC നടപടികളെടുത്തത്. അപ്പോൾ ജില്ലാ കളക്ടറുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരവ് പ്രകാരം മരം മുറിക്കാം എന്ന് തന്നെയായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഈ ഉത്തരവ് പ്രകാരം മുറിക്കാൻ, അപ്പോൾ ഇത് മറ്റ് ജില്ലകളിൽ മുറിക്കുന്നുണ്ടല്ലോ, അവരെന്നോട് പറഞ്ഞതാണ്, മറ്റ് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെല്ലാം ഇത് മുറിക്കുന്നുണ്ടല്ലോ, അവിടെ GP-മാരും ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ കണ്ടോ ഇല്ലയോ എന്ന്
ശ്രീ ജോസഫ് മാത്യു അങ്ങേ ഒന്ന് തുടരുക.